ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് സീനിയർ സിറ്റിസൺസ് രംഗത്തേക്കെത്തുന്നു. അതായത് മുൻ ജഡ്ജിമാര്, അതുപോലെ തന്നെ സൈനിക മേധാവികൾ, അംബാസഡർമാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കൂട്ടം നീണ്ട ഒരു നിവേദനം ഭരണകൂടത്തിന് സമർപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു, നമ്മുടെ ഭരണഘടനയെ പുച്ഛിക്കുന്നു, സൈന്യത്തെ ലോകത്തിന് മുന്നിൽ അവമതിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംരക്ഷിക്കുന്നത്? രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല, അയാൾ വിദേശത്തേക്ക് പോകട്ടെ, അയാളെ പുറത്താക്കണമെന്നാണ് പറയുന്നത്. മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്നൊക്കെ തന്നെ വിളിക്കുന്നു. അവിടെ ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. എന്തിനാണ് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. മാത്രമല്ല, ഈ എസ് എൻ ദിൻഗ്ര, അതായത് ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ജഡ്ജാണ്, അതുപോലെ തന്നെ ജാർഖണ്ഡിലെ മുൻ DGP ഉണ്ട്, നിർമ്മൽ കുമാർ IPS, ഇവരുൾപ്പെടെ ഏതാണ്ട് 272 പേർ ഒപ്പിട്ട ഒരു ഭീമ ഹർജിയാണ് ഇപ്പോൾ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. 16 ജഡ്ജിമാർ ഇതിനകത്തുണ്ട്, 14 അംബാസഡർമാരുണ്ട്, 133 മുൻ സൈനിക മേധാവികളുണ്ട്. ഇവർക്കൊന്നും രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനോട് യോജിക്കാനേ കഴിയുന്നില്ല. ഇന്ത്യൻ ആർമിയുടെ പോരാട്ട വീര്യത്തെ, നേട്ടത്തെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ആള്. മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്യുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി നമ്മൾ മുന്നേറിയ സമയത്ത്, പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ സമയത്ത് നമ്മുടെ സൈന്യത്തെ അഭിനന്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല, സൈന്യത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല. ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും രാജ്യത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇവിടെ ചോദിക്കുന്നത് എന്താ? ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനം പാകിസ്ഥാൻ അടിച്ചിട്ടു, പാകിസ്ഥാൻ യുദ്ധത്തിൽ മേൽക്കൈ നേടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവമതിക്കുകയാണ്. കൂടാതെ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ്. ഉടനെ രാഹുൽ ഗാന്ധി അതിനെ കൈയടിക്കുന്നു. ശരിയാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്തതാണ്. പക്ഷേ ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ നമ്മൾ കുതിച്ചു കയറുകയാണ്. ആ രാഹുൽ ഗാന്ധി പറയുന്നത്, ട്രംപേ, നീ നിൻ്റെ കാര്യം പോയി നോക്ക്, അമേരിക്കയിലെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങളുടെ രാജ്യത്തിനറിയാം എന്നൊരു മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര ആളുകൾ ആ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചേനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.